നാട്ടിൽ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് കലാശക്കൊട്ടൊക്കെയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം നടത്തുന്നത് അധികാരം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. വികസനങ്ങൾ പറഞ്ഞ് അധികാരത്തിനു വേണ്ടിയിട്ട് വോട്ട് തേടിയ ആളുകൾ, അല്ല എങ്കിൽ മറ്റു പല വഴിയിലൂടെയും വോട്ട് തേടിയ ആളുകൾ, ചിലരെങ്കിലും വർഗീയത പറഞ്ഞിട്ട് വോട്ട് തേടിയിട്ടുണ്ട്. മതം തനിക്ക് കിട്ടുന്ന അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി കണ്ടവരാണ് പല ആളുകളും. ഈ അടുത്ത് പർദ്ദയിട്ട് നിഖാബ് ധരിച്ച പെണ്ണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളെ ഓതിയിട്ട് പച്ചയായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാക്കി അതിനെ മാറ്റി. ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും നമ്മൾ അംഗീകരിക്കരുത്. കാരണം വർഗീയത പറയാൻ പാടില്ല. വർഗീയതയിലൂടെ ഇവിടെ വോട്ട് നേടിയ ആളുകളൊന്നും ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് അവർക്ക് ഉപകാരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി പട്ടം ലഭിച്ചടം മുതൽ അദ്ദേഹം പച്ചവർഗീയത പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട ഹൈന്ദവരെയൊക്കെ ഇളക്കി മറിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അദ്ദേഹം വലിയ ഫ്ലെക്സ് വെക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ വർഗീയത രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നു, ജയ് ശ്രീരാമനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള വർഗീയത പറഞ്ഞിട്ടാണ് അദ്ദേഹം വോട്ട് തേടിയത്. ഈ അടുത്തും ഇന്നലെ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. എന്താണ്, അദ്ദേഹം യാത്ര പോകുന്ന സമയത്ത് ഒരു റോഡിന് ടിപ്പു സുൽത്താൻ എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ ആരായിരുന്നു എന്നൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ടിപ്പു സുൽത്താൻ്റെ പേര് മാറ്റണമെന്നാണ് പറയുന്നത്. ഇവിടെ എന്തിനാണ് ടിപ്പു സുൽത്താൻ്റെ പേര്? ക്ഷേത്രം പൊളിച്ച ആളാണ് എന്നുള്ള വ്യാജമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടുരാജാക്കന്മാരൊക്കെ ആകുമ്പോൾ അയൽ രാജ്യക്കാരെ യുദ്ധം ചെയ്യുകയും ആ രാജ്യം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യൽ സാധാരണ കാര്യങ്ങളാണ്. ടിപ്പു സുൽത്താൻ്റെ എത്ര ക്ഷേത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മൈസൂരേക്ക് പോയാൽ ആ മൈസൂർ കോട്ടയിൽ തന്നെ ഉണ്ട്, കാണാൻ സാധിക്കും. ഹൈന്ദവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ഒരാളെ പച്ചയായി മോശക്കാരനാക്കാനുള്ള ഒരു ശ്രമം, ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്ക് എതിരിൽ ശക്തിയുക്തം പ്രവർത്തിച്ച് അവരോട് പോരാടി വീരമൃത്യു വരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. അതൊക്കെ മറന്നുകൊണ്ട് തനിക്ക് അധികാരം ലഭിക്കാൻ വേണ്ടി, MLA സ്ഥാനം ലഭിക്കാൻ വേണ്ടി പച്ചയായി വർഗീയത പറഞ്ഞ് വോട്ട് നേടാനുള്ള ശ്രമത്തിലാണ് ഇവരൊക്കെ. അതുകൊണ്ട് വെറുമൊരു പേരിടൽ പാർട്ടിയായി നിങ്ങൾ മാറാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, പാലമില്ലാത്ത സ്ഥലങ്ങളിൽ പാലം പണിഞ്ഞു കൊടുക്കുക, റോഡില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് പണിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ആ നാടിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളെയും ഏറ്റെടുക്കും. വർഗീയത പറഞ്ഞുകൊണ്ട് വന്നാൽ അതിനൊന്നും നിലനിൽപ്പുമില്ല. മതം പറഞ്ഞ് വോട്ട് നേടിയിട്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ശ്രമം നടത്തരുത്. അതിന് ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയില്ല. അതിനൊരു ദീർഘകാലമായിട്ട് അതിനെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ട് വർഗീയതകളൊക്കെ വെടിഞ്ഞ് ജനങ്ങൾക്ക് ഉപകാരമുള്ളതൊക്കെ ചെയ്ത് അധികാരത്തിലേക്ക് കയറി വന്നാൽ ജനങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ട് അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ വർഗീയതയ്ക്ക് എതിരിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വർഗീയ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അവരെ പിടിച്ച് അധികാരത്തിലേക്ക് ഇരുത്തുകയില്ല. കാരണം ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിച്ചും അവർ കെട്ടിപ്പിടിച്ചും അവരുടെ ആഘോഷങ്ങളിൽ പരസ്പരം പങ്കെടുത്തുമൊക്കെ കഴിയുന്നവരാണ്. അത് വർഗീയത പറഞ്ഞ് വോട്ട് നേടുന്നത് പർദ്ദയിട്ട പെണ്ണാണെങ്കിലും ഇനി കുറി വരച്ച ആളാണെങ്കിലും കുരിശ് വരച്ച ആളാണെങ്കിലും അവരെയൊക്കെ പടിക്ക് പുറത്തു നിർത്തുക തന്നെ കേരളത്തിലെ ജനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയത പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല.